നമസ്കാരം. അഗ്രി മലയാള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയറിന്റെ സ്കീമാണ് പ്രധാൻ മന്ത്രി കിസാൻ മാൻധൻ യോജന. പ്രധാൻ മന്ത്രി കിസാൻ മാൻധൻ യോജന ലോഞ്ച് ചെയ്തത് 2019ലാണ്. ആരൊക്കെയാണ് ഇതിൽ എലിജിബിൾ? സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ്. ഇതിന്റെ എൻട്രി ഏജ് എപ്പോഴാണ്? 18 to 14 ഇയേഴ്സ് ആണ്. ഇനി ആരൊക്കെയാണ് സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ്? ദോസ് ഫാമേഴ്സ് ഹു ഓൺ ലാൻഡ് ലെസ് ദാൻ 2 ഹെക്ടേഴ്സ് ആണ് സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ്. ഇനി എന്താണ് ഈ സ്കീം? ഇതൊരു കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീമാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സോഷ്യൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാനാണ്. എപ്പോഴും തൊട്ടാണ്? 60 ഇയേഴ്സിന് ശേഷം. അതായത് അപ്പോൺ റീച്ചിങ് ആൻ ഏജ് ഓഫ് 60 ഇയേഴ്സ് സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സിന് റെഗുലർ ആയിട്ട് ₹3,000 പെർ മന്ത് റിസീവ് ചെയ്യുന്നു. എന്തിനാണ്? അവർക്കൊരു സോഷ്യൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ പെൻഷൻ ഫണ്ട് മാനേജ് ചെയ്യുന്നത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ്. ഇനി ഇതിന്റെ കീ ഫീച്ചേഴ്സ്. ഒരു പെൻഷൻ സ്കീം എന്ന് പറയുമ്പോൾ ഇതിനൊരു മന്ത്ലി കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇവിടെ മന്ത്ലി കോൺട്രിബ്യൂഷൻ ₹55 തൊട്ട് ₹200 വരെയാണ്. ഇത് വേരി ചെയ്യുന്നതിന് കാരണം ആ ഫാമേഴ്സിന്റെ എൻട്രി ഏജ് അനുസരിച്ചാണ്. നേരത്തെ പറഞ്ഞതുപോലെ എൻട്രി ഏജ് എന്ന് പറയുന്നത് 18 to 40 ഇയേഴ്സ് ആണ്. ഇനി ഈ ഫാമേഴ്സ് സൈഡിന്റെ കോൺട്രിബ്യൂഷൻ പുറമെ ഗവൺമെന്റിന്റെ സൈഡിൽ ഒരു ഈക്വൽ കോൺട്രിബ്യൂഷൻ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. അങ്ങനെ അപ്പോൺ റീച്ചിങ് ആൻ ഏജ് ഓഫ് 60 ഇയേഴ്സ് ഫാമേഴ്സിന് ഒരു മിനിമം അഷ്യൂർഡ് പെൻഷനായ ₹3,000 പെർ മന്ത് കിട്ടുന്നു. ഇനി ഫാമേഴ്സിന്റെ മരണത്തിന് ശേഷം, അതായത് ഈ സബ്സ്ക്രൈബ് ചെയ്ത ഫാമേഴ്സിന്റെ മരണത്തിന് ശേഷം അവരുടെ സ്പൗസിന് 50% ഓഫ് പെൻഷൻ റിസീവ് ചെയ്യും. അതായത് മിനിമം ₹1,500 അവര് റിസീവ് ചെയ്യും. ഇനി എക്സിറ്റ് ഫ്രം ദ സ്കീം. രണ്ട് തരം എക്സിറ്റ് ഉണ്ട്. ഒന്ന് വോളണ്ടറി എക്സിറ്റും മറ്റത് സബ്സ്ക്രൈബറിന്റെ ഡെത്ത് കാരണം ഉണ്ടാകുന്ന എക്സിറ്റ്. ഇനി വോളണ്ടറി എക്സിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഈ എലിജിബിൾ ആയിട്ടുള്ള സബ്സ്ക്രൈബർ അവരുടെ എൻട്രി ഏജിന് ശേഷം 10 ഇയേഴ്സിന് മുന്നേ ആയിട്ട്, അതായത് ഇപ്പൊ എൻട്രി ചെയ്തത് 21 ഇയേഴ്സിനും ഇപ്പൊ 31 ഇയേഴ്സിന് മുന്നേ ആയിട്ട് അവർക്ക് ഈ സ്കീമിൽ നിന്ന് എക്സിറ്റ് ആവണമെങ്കിൽ ആ എക്സിറ്റ് ആവുന്ന സബ്സ്ക്രൈബറിന് അവരുടെ കോൺട്രിബ്യൂഷൻ പ്ലസ് സേവിംഗ് ബാങ്ക് റേറ്റ് ഇൻട്രസ്റ്റും ആയിരിക്കും തിരിച്ചു കൊടുക്കുന്നത്. ഇനി ഈ സബ്സ്ക്രൈബർ അടുത്ത സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇഫ് ദ സബ്സ്ക്രൈബർ വോണ്ട് ടു എക്സിറ്റ് ആഫ്റ്റർ 10 ഇയേഴ്സ്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഫാമറാണ്, ഞാൻ എൻട്രി ചെയ്തത് 21 ഇയേഴ്സിലാണ്. എനിക്കൊരു 32 ഇയേഴ്സിൽ എക്സിറ്റ് ചെയ്യണം. അതായത് 31 ഇയേഴ്സിന് ശേഷവും 60 ഇയേഴ്സിന് മുന്നേ ആയിട്ട് എനിക്ക് എക്സിറ്റ് ചെയ്യണമെങ്കിൽ എക്സിറ്റ് ചെയ്യുന്ന എനിക്ക് എന്റെ കോൺട്രിബ്യൂഷൻ പ്ലസ് PF ഫണ്ടിൽ അക്യുമുലേറ്റ് ചെയ്ത ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഏതാണോ ഹയർ അത് റിസീവ് ചെയ്യും. ഇനി അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ഡെത്ത് ഓഫ് ദ സബ്സ്ക്രൈബർ. സബ്സ്ക്രൈബർ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഐദർ സ്പൗസ് ക്യാൻ കണ്ടിന്യൂ ദ സ്കീം, അല്ല എങ്കിൽ സ്പൗസിന് എക്സിറ്റ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബറിന്റെ കോൺട്രിബ്യൂഷൻ പ്ലസ് PF അക്യുമുലേറ്റ് ചെയ്ത റേറ്റ് അല്ലെങ്കിൽ ബാങ്ക് റേറ്റ് ഏതാണോ വലുത് അതായിരിക്കും സബ്സ്ക്രൈബറിന്റെ സ്പൗസിന് തിരിച്ചു കൊടുക്കുന്നത്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് സബ്സ്ക്രൈബറും സ്പൗസിന്റെയും ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കോർപ്പസ് എമൗണ്ട് എന്ന് പറയുന്നത് ഗവൺമെന്റിലോട്ട് തിരിച്ച് റിട്ടേൺ ചെയ്യും. So that's the end of the session. If you like the session, do like, share and subscribe and let me know your review on the comment section. Thank you.